എൻ്റെ പേര് ജിജോ എന്നാണ്. ഞാൻ 2013 സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഒരു കമ്പനി തുടങ്ങിയതാണ്. സ്ഥലം പഴയന്നൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സ്ലീബ സ്റ്റീൽ ഫർണിച്ചർ കമ്പനി, അതാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സ്റ്റീൽ ഫർണിച്ചർ അങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങിയത് സ്റ്റീലിൻ്റെ ഫർണിച്ചർ കമ്പനിയാണ്. 2017 നമ്മൾ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോറിക്ക് കൂടി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിലവിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. അത് അന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ മരം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് മരത്തിൻ്റെ വിൻഡോസാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു അന്ന് തുടങ്ങിയതിന് ശേഷം, അന്ന് ഞങ്ങളൊരു ചെറുതായിട്ട് 4 പണിക്കാരായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഏകദേശം 33 പണിക്കാർ വരെ ചെയ്യുന്നുണ്ട്. നമുക്കതിൽ നിന്ന് കൂടുതലാണ് സംഭവിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും പുറകിലേക്ക് പോയിട്ടില്ല. എന്തായാലും പഴയന്നൂർ ഞങ്ങളെ ഏറ്റെടുത്തു. വളരെ ഭംഗിയായിട്ട് തന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ 2 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലതാമസമില്ല. അതായത് നമുക്കൊരു ഡേറ്റ് പറഞ്ഞ് നമ്മൾ ആ ഡേറ്റിന് ഈ സാധനം ഡെലിവറി കൊടുക്കും. 2 കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മുടെ വിൻഡോസിനെ ബാധിക്കില്ല, ഡോറുകളെ ബാധിക്കില്ല. അതായത് മഴക്കാലത്ത് അടയാതെ വരിക, വേനൽക്കാലത്ത് ലൂസാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരില്ല. പിന്നെ മരം ചെതലെടുക്കുന്നത്, കുത്തിപ്പോകുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ല ജിഐയിൽ പണിയുന്ന സ്റ്റീൽ ഡോറുകൾക്കോ വിൻഡോസുകൾക്കോ സംഭവിക്കില്ല. അത് പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. മരത്തിനേക്കാൾ ഒരു 40% ലാഭം ഉണ്ടാകും. മരത്തിൽ ചെയ്യാവുന്ന എല്ലാ സൈസുകളും നമുക്ക് സ്റ്റീലിൻ്റെ വിൻഡോസിലും ചെയ്യാം. പഴയകാല തൊട്ട് എന്തൊക്കെയാണോ മരത്തിൽ ചെയ്തിരുന്നത് അതെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങാറില്ല. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ആർക്കിടെക്റ്റുകളൊക്കെ, ഇപ്പോൾ പുതിയ ആർക്കിടെക്റ്റുകളുടെയൊക്കെ എല്ലാ ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ എല്ലാ വർക്കുകളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റൗണ്ട് വിൻഡോ വരെ ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ടാറ്റയുടെ 1.5 mm ഉള്ള 120 GS ഉള്ള ഷീറ്റാണ്, ഗാൾവനൈസ്ഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ബെൻഡ് ചെയ്ത് അതിനെ വിൻഡോസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ടാറ്റയിൽ അവരുടെ ലേസർ സീലുണ്ടാവും. അത് നമ്മൾ അവരെ വ്യക്തമായി കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് പാർട്ടിക്ക് കൊടുക്കാറുള്ളൂ. നമ്മുടെ കമ്പനിയിൽ എപ്പോൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും, ഏത് സമയത്ത് വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഒരൊറ്റ പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ, ടാറ്റയുടെ ഷീറ്റ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും വരാം, സെലക്ട് ചെയ്യാം, നോക്കാം. എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ അന്യർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കാറൊന്നുമില്ല. അവർ വന്ന് കണ്ട് അവർ തൃപ്തരായതിനു ശേഷം മാത്രമാണ് നമ്മൾ അവർക്കിത് കൊടുക്കാറുള്ളത്. ഒരു 80% നമുക്ക് മരത്തിനെ കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഇരുമ്പായതുകൊണ്ട് ഇതിൽ പറ്റില്ല. ബാക്കി ഒരുവിധമൊക്കെ നമുക്ക് മരത്തിൻ്റെ അതേ കോപ്പിയിൽ ചെയ്യാൻ സാധിക്കും. കോട്ടിങ് SD-യുടെ 2 pack എപ്പോക്സി പ്രൈമറാണ് അടിക്കുന്നത്. കുട്ടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ് അടിച്ചു കൊടുക്കുക. എപ്പോക്സി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോക്സി 2 pack ആകുമ്പോൾ എപ്പോക്സി നമ്മുടെ GIയിൽ നിന്ന് പൊളിഞ്ഞു പോരില്ല. അപ്പോൾ ബേസ് നന്നായാൽ മാത്രമല്ല അതിൻ്റെ പുറത്തടിക്കുന്ന എല്ലാം നന്നാവുള്ളൂ. അപ്പോൾ അതൊരിക്കലും പൊളിഞ്ഞു പോരില്ല. അത്രയും നല്ല കമ്പനിയായ SD-യുടെ 2 pack ആണ് നമ്മൾ അടിക്കുന്നത്. ആ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും നല്ല കമ്പനി SD ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിംഗിൾ പാക്കും 2 pack വരുന്നുണ്ട്. സിംഗിൾ പാക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 pack പ്രൈമർ അടിക്കുന്നത്. എപ്പോക്സിയാണ്, കറക്റ്റ് 2 pack എപ്പോക്സിയാണ് നമ്മൾ ഇതുവരെ ഈ 2017 മുതൽ ഇതുവരെ അടിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മലയാളീസ് തന്നെയാണ് മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 33 സ്റ്റാഫുകളുണ്ട്. വർക്ക് ചെയ്യുന്ന എല്ലാവരും മലയാളികളാണ്. അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കുറേ സ്റ്റാഫുകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന അന്ന് മുതലുള്ളവർ ആരും പോയിട്ടില്ല. അപൂർവം 1-2 ആൾക്കാരൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയിട്ടുള്ളത്. എല്ലാവരും നമ്മളോട് നന്നായി സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ അവർ ഇതിൽ നല്ലോണം പ്രാഗൽഭ്യമുള്ള പണിക്കാരെയാണ് നിലനിൽക്കുന്നത്. നമ്മളൊരു 5 വീട് അത്രയൊക്കെ തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് വരാറുള്ളൂ. തിരക്കുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ പറ്റില്ല. പിന്നെ നമ്മളൊരു 10 ദിവസം സമയമാണ് അവരോട് ചോദിക്കുക. നമുക്കൊരു ഓർഡർ കിട്ടിയാൽ 10 ദിവസം സമയം. അവർക്ക് എമർജൻസിയാണ്, ചിലപ്പോൾ ഗൾഫുകാരാണ്, ചിലപ്പോൾ മുഹൂർത്തം നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ആവശ്യത്തിന് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 90% വീട്ടുകാരും ഞങ്ങളെ ഹൗസ് വാമിങ്ങിന് വിളിക്കാറുണ്ട്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടാണല്ലോ അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 90% വീടുകളിലും ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന് പോകേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ വിളിക്കാറുണ്ട്. സൈറ്റിൽ പോകാറൊക്കെ ഉണ്ട്. ശരിക്ക് സിമെൻറ്റും മണലും ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ആ ശബ്ദം പോകും. ഇരുമ്പ് എന്നുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, ഇരുമ്പിന് പൊട്ടുമ്പോൾ ഒരു ശബ്ദം കിട്ടും. ആ ശബ്ദം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഗ്യാപ്പായിട്ട് ഇട്ടിട്ട് അതിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നത്. സിമെൻറ്റും മണലും കൂടി ഫില്ല് ചെയ്യുന്നത്. അത് ഹൗസ് പെയിൻറ്റേഴ്സ് ചെയ്യുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാൻ നമ്മൾ എപ്പോക്സി അടിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് അതിൽ ഇഷ്ടമുള്ള കളറ്
അവരുടെ ഇഷ്ടത്തിന് അടിക്കാം. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തേക്കാൾ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം ചെതലെടുക്കും, ഇത് ചെതലെടുക്കില്ല. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരും എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ സ്റ്റീലിൻ്റെ ഡോറുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പെട്ര എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 വർഷം മുമ്പ് അവരിൽ നിന്ന് ഡീലർഷിപ്പ് എടുത്തതാണ്. കേരളത്തിലെ ഏറ്റവും നല്ല കമ്പനിയായ പെട്ര തന്നെയാണ് അന്ന് നമ്മൾ ഡീലർഷിപ്പ് എടുത്തത്. അത് നല്ല രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട് ഡോറാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഡോറ് വരെ നമുക്കിവിടെ നല്ല മൂവിങ് ഉണ്ട്. അന്ന് നമുക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്ക് അറിയാലോ, ഉള്ളതിലെ ഏറ്റവും റിവ്യൂ ഒക്കെ വായിച്ചാൽ അറിയാലോ ഏറ്റവും ബെറ്റർ കമ്പനി ഏതാണ്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അന്ന് കിട്ടിയത് പെട്രയാണ്. പെട്ര ഈ വർഷത്തെ അവാർഡ് വിന്നേഴ്സാണ്. അപ്പോൾ അത്രയും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് പെട്ര എടുത്തത്. പെട്രയാണ് ഇപ്പോൾ നമ്മൾ ഡീലർഷിപ്പ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ പെട്രയുടെ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ 2 പാളിയാണ്, പാൻസൺ. ഇതിങ്ങനെ ചെയ്തു, ഇത് തുറക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത്രയും ലോക്കുകളാണ് നമുക്കുള്ളത്. 1, 2, 3 മുകളിൽ താഴെ. അപ്പോൾ ഇത്രയും ലോക്കുകളുള്ള ഈ മുകളിൽ കയറും, ഇവിടെ കയറും, താഴെയുണ്ട്. അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടാണ് ഈ ലോക്ക് നമ്മൾ പെട്ര നിർമ്മിച്ചിട്ടുള്ളത്. ആ കമ്പനിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ബെഡ്റൂം തൊട്ടിട്ട് വലിയ ഡോറുകൾ, അതായത് 124 അടി ഡോറ്, 5 അടി ഡോറ്, അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 8 അടി വീതിയുള്ള ഡോറുകൾ വരെ വരുന്നുണ്ട്. അത്രയും ചെറിയ സൈസ് തൊട്ട് ഏറ്റവും വലിയ സൈസ് തൊട്ട് നമുക്ക് വരുന്നുണ്ട് പെട്രയിൽ ഡോറുകൾ. ഏകദേശം 30ഓളം മോഡലുകൾ നമുക്ക് പെട്രയിൽ അവൈലബിൾ ആണ്. ലക്ഷ്യനിർമ്മിതമായ ഒരു വസ്തു ആയതുകൊണ്ട് അതിനെന്തായാലും സർവീസ് വരും. അതിനുള്ളൊരു ടീം നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല. എപ്പോൾ സർവീസ് വന്നാലും ആ കൈയോടെ പോയി ഞങ്ങൾ തന്നെ അത് മാറ്റി അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നല്ല പറഞ്ഞത്. എന്തായാലും ഇത്രയും ലോക്കുകൾ വരുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു ടൈറ്റോ ഒരു ലൂസോ അങ്ങനെയൊക്കെ വന്നാൽ അതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡോറ് കൊടുക്കുന്നുണ്ട്. വിൻഡോസിന് ഗ്ലാസ് ഉണ്ടാവില്ല, അത് കസ്റ്റമൈസ് ചെയ്ത് അവർ ചെയ്യേണ്ടതാണ്. അത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ വിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡോർ അടക്കമുള്ള ഫ്രെയിം കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കൊടുക്കുന്നത്. അല്ലാത്തതും കൊടുക്കാറുണ്ട്. മരത്തിൻ്റെ ചിലവർക്ക് വുഡിൻ്റെ ഡോറ് വെക്കണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും അവർക്ക് അവരുടെ സൈറ്റിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ വിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നല്ലോണം എടുത്തിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. അവർ തന്നെ നമ്മൾ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾ ഓക്കെയാണ്, നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. ഒരു 90% ഞങ്ങൾ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. കേരളത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു 17 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പാരമ്പര്യമായിട്ട് ബിസിനസ്സൊന്നുമില്ല. ഞാനായിട്ട് തുടങ്ങിയതാണ്. ബിസിനസ് ഒരു 100% ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മൗത്ത് പബ്ലിസിറ്റി കിട്ടും. ആ മൗത്ത് പബ്ലിസിറ്റിയിൽ കിട്ടുന്ന ബിസിനസ് എനിക്ക് തോന്നുന്നു വേറെ ഒന്നിലും കിട്ടില്ല. ന്യൂട്രീഷൻ ഹെൽത്തി തന്നെയാണ്. ഇതിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റീൽ വിൻഡോസിന് ആദ്യ കാലങ്ങളിലൊന്നും എനിക്ക് കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 3-4 വർഷങ്ങളൊന്നും നമുക്ക് കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ പ്രൊഡക്റ്റുകൾ വന്നു തുടങ്ങി. അതുപോലെ ലോക്കൽ പ്രൈമർ അടിക്കുക, എന്നിട്ട് ആ പ്രൊഡക്റ്റ് കുറച്ച് വിലതാത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ വന്ന ഒരു 5-6 മാസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ അത് തിരിച്ചറിഞ്ഞ് വീണ്ടും നമ്മുടെ തന്നെ കസ്റ്റമറായി വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒരു ഭീകരമായ പ്രശ്നമല്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടാറ്റയുടെ ഷീറ്റ് എടുക്കുമ്പോൾ ടാറ്റ ലോക വിപണിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ കയറ്റിറക്കം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിന് കയറ്റിറക്കം വരും. ഇരുമ്പിൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വില വ്യത്യാസങ്ങൾ വരാറുണ്ട്. പുതിയതായിട്ടൊരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാതെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. നമുക്കൊരു വിഷൻ വേണം, നമുക്കൊരു ചിന്ത എപ്പോഴും വേണം, ഞാനൊരു ബിസിനസ്സുകാരനാവണമെന്ന്. അതിന് വേണ്ടത് കാര്യങ്ങൾ നമ്മളതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമ്മളൊപ്പം നിൽക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ് ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ കൊടുക്കുമെന്നുള്ളൊരു ഒറ്റ തീരുമാനം എടുക്കുക, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, എന്ത് ബിസിനസ്സായാലും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കത് ചെയ്യണമെന്നുള്ള ചിന്ത,
അങ്ങനെ ഒന്നുണ്ടെങ്കിൽ 100% ഏതൊരു കാലത്തും ഇന്ന് ബിസിനസ്സിലേക്ക് വരാൻ എളുപ്പമാണ്. പോരാത്തതിന് നമ്മുടെ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ വളരെ നല്ല അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. കാരണം ജില്ലാ വ്യവസായ കേന്ദ്രം ഞാനിതിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് ഓഫീസിൽ ചെന്ന അന്ന് മുതൽ എൻ്റെ ആ പ്രസ്ഥാനം തുടങ്ങുന്ന അന്ന് വരെ അവർ ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. നമുക്ക് വേണ്ട അറിവുകൾ തന്നു, ട്രെയിനിങ് ക്ലാസ്സുകൾ തന്നു. ഈ അടുത്ത് ഞാൻ ഇപ്പോഴത്തെ മന്ത്രിയുടെ സംസാരം കേട്ടിരുന്നു. നമുക്ക് യുവ സംരംഭകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ജേണിയിൽ ഞാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ഇന്ന് വരെ നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നമ്മുടെ സംരംഭകരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുമാണ്. രംഗത്ത് സാധാരണക്കാരനാണ് ഞാൻ. നമുക്ക് ലയൺസ് ക്ലബ്ബിലുണ്ട് ഞാൻ, അതുപോലെ BNA മെമ്പറാണ്. ലയൺസ് ക്ലബിൻ്റെ അത്യാവശ്യം ചാരിറ്റി കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ യാത്രകൾ ചെയ്യാറുണ്ട്. സ്പോർട്സ് നമ്മൾ ഒരു രസത്തിന് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട്. അതിൻ്റെ പുറകെ പോകലൊന്നുമില്ല. എന്നാലും എന്നും വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം ഫ്രീ ടൈം കണ്ടെത്തി അത് ചെയ്യാറുണ്ട് എന്ന് മാത്രം. ഫാമിലി എന്ന് പറയുമ്പോൾ പപ്പ, മമ്മി, ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഒരു കുട്ടിയുണ്ട്. ഞാൻ ബാച്ചിലറാണ്. അതാണ് എൻ്റെ ഫാമിലി. പാരൻസ് സപ്പോർട്ടീവാണ്. അവർ ഏജ്ഡാണ്. എന്നിരുന്നാലും അവർ നമ്മുടെ ബിസിനസ്സും വീടുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താറില്ല. അതിവിടെ ഉപേക്ഷിച്ച് വീട്ടിൽ പോകുമ്പോൾ വേറൊരു വ്യക്തിയായിട്ടാണ് പോവാറ്. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ്. സ്ലീബ എന്ന് പറഞ്ഞ് നമ്മൾ 2013 തുടങ്ങുമ്പോൾ ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ചിന്തിച്ച് തുടങ്ങി. അതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഇത്രയും നിങ്ങളറിയും ഈ പറഞ്ഞ പോലെ ആലത്തൂർ പോയപ്പോൾ ഓരോ സ്ലീബയെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രാൻഡായി ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു. വരുന്ന കാലങ്ങളിൽ ഒരു 100 ജോലിക്കാരുള്ള, ഒപ്പം നിൽക്കുന്ന 100 ജോലിക്കാരുള്ളൊരു സ്ഥാപനമായി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. തൃശ്ശൂർ ജില്ലയുടെ അറ്റത്താണ്, പാലക്കാട് ബോർഡറാണ് പഴയന്നൂർ. തിരുവില്ലാമല ചേലക്കരയുടെ ഇടയിലാണ് പഴയന്നൂർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇവിടുന്ന് 4 കിലോമീറ്റർ പോയാൽ പാലക്കാട് ബോർഡറായി.